വളരെ സ്ട്രിക്റ്റായ ജീവിതശൈലിയിൽ ഒരു മോഡേൺ ലൈഫ് നയിക്കുന്ന നമ്മുടെ നായിക എലിസബത്ത് പെട്ടെന്നൊരു ദിവസം തൻ്റെ ജീവിതം 3 മാസത്തിനുള്ളിൽ അവസാനിക്കാൻ പോകുന്നുവെന്ന് അറിയുന്നു. ശേഷം അവർക്ക് വരുന്ന മാറ്റങ്ങൾ, അവർ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങൾ, ഇതൊക്കെ ചിത്രീകരിച്ച ഒരു മലയാളം ചിത്രമാണ് ക്വീൻ എലിസബത്ത്. മീര ജാസ്മിനും നരേനുമാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഹേ ഗൈസ്, വെൽക്കം ടു മൂവി ട്രാവലർ 2022. നേരെ വീഡിയോയിലേക്ക് പോകാം. ചിത്രത്തിൻ്റെ തുടക്കത്തിൽ നമ്മുടെ നായികയായ എലിസബത്തിൻ്റെ ഫ്യൂണറൽ ചടങ്ങാണ് കാണിക്കുന്നത്. മനോഹരമായ ഗൗണൊക്കെ ധരിച്ച് ബാൻഡ് മേളത്തോടു കൂടി പൂക്കൾ വിരിച്ച ശവമഞ്ചത്തിൽ ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ എലിസബത്തിൻ്റെ ശവവുമായി പള്ളിയിലേക്ക് പോകുന്നു. എന്നാൽ ആ സീൻ പെട്ടെന്ന് കട്ടായി രാവിലെ കൃത്യം 6 മണിക്ക് അലാറം കേട്ടുണരുന്ന നായികയാണ് കാണിക്കുന്നത്. വളരെ ദൈവവിശ്വാസിയായ അവൾ പ്രാർത്ഥനയോടുകൂടി ദിവസം ആരംഭിക്കും. വളരെ ആരോഗ്യപ്രദമായ ചിട്ടയിലാണ് എലിസബത്തിൻ്റെ ജീവിതം. അതുകൊണ്ട് തന്നെ രാവിലെ അവൾ ജോഗിങ്ങിന് പോകും. അവൾ ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. എന്നാൽ ആ ഫ്ലാറ്റിലുള്ള ആരുമായും ഒരു അടുപ്പവും അവൾക്കുണ്ടായിരുന്നില്ല. ആരെങ്കിലും ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ തിരിച്ചു പറയാനുള്ള മര്യാദ പോലും അവൾ കാണിക്കാറില്ല. ഇതാണ് നമ്മുടെ നായകൻ അലക്സ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ അമ്മയും വിദേശത്തുള്ള പെങ്ങളുടെ മകളും മാത്രമാണ് ഉള്ളത്. 35 വയസ്സ് കഴിഞ്ഞിട്ടും കല്യാണമൊന്നും നടക്കാത്ത ഫ്രസ്ട്രേഷനിലാണ് പുള്ളി. അലക്സിന്റെ അമ്മ വീട്ടിൽ ട്യൂഷനൊക്കെ എടുക്കുന്നുണ്ട്. ജോഗിങ് ഒക്കെ കഴിഞ്ഞു വരുന്ന എലിസബത്ത് ഒരു കുളിയൊക്കെ കഴിഞ്ഞ് മാതാവിന് മുന്നിൽ മെഴുകുതിരിയൊക്കെ കത്തിച്ച് തൻ്റെ വെയിറ്റ് ഒക്കെ ഡെയിലി കൃത്യമായി എഴുതി വെച്ച് ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തയ്യാറാക്കി കഴിക്കും. എലിസബത്തിന്റെ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യാനായിട്ട് ഒരു സ്ത്രീ വരുന്നുണ്ട്. അവർ വന്ന് കയറുന്നതോടെ വീടാകെ പൊടിയാണെന്നൊക്കെ പറഞ്ഞ് എലിസബത്ത് അവരോട് തട്ടിക്കയറുന്നു. ഒരിക്കൽ പോലും തന്നോട് ഒന്നും മാന്യമായിട്ട് സംസാരിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ അവർക്കും എലിസബത്തിനെ തീരെ ഇഷ്ടമല്ല. ചിട്ടകളോടും ശീലങ്ങളോടുമൊപ്പം എല്ലാവരോടും വളരെ അരഗൻ്റായിട്ടായിരുന്നു എലിസബത്തിന്റെ പെരുമാറ്റവും. ഓഫീസിൽ പോകാൻ ഇറങ്ങുന്ന നേരത്ത് തൊട്ടപ്പുറത്തെ ഫ്ലാറ്റിലെ സ്ത്രീ അവരുടെ വേസ്റ്റ് ബിൻ നിറഞ്ഞതുകൊണ്ട് തന്നെ തൻ്റെ വേസ്റ്റ് ബിന്നിലേക്ക് അല്പം വേസ്റ്റ് വെച്ചെന്നും പറഞ്ഞ് എലിസബത്ത് അവരോട് രാവിലെ തന്നെ തട്ടിക്കയറുന്നു. ഈ ബഹളം കേട്ട് കതക് തുറന്നു നോക്കുന്ന മറ്റൊരു ഫ്ലാറ്റിലെ സ്ത്രീയുടെ പട്ടി ചാടി വന്നെന്നും പറഞ്ഞ് എലിസബത്ത് അവരോടും കയർത്ത് സംസാരിക്കുന്നു. അവളുടെ ഈ സ്വഭാവം കൊണ്ടൊക്കെ തന്നെ ആ ഫ്ലാറ്റിലെ ആർക്കും അവളെ ഇഷ്ടമല്ലായിരുന്നു. സിറ്റിയിലെ ഒരു മാളിൽ ഇന്റീരിയർ ഡിസൈൻ ഓഫീസ് നടത്തുകയാണ് എലിസബത്ത്. ആ മാളിൽ തന്നെ ഒരു പ്രിന്റിംഗ് ഹബ് നടത്തുന്ന ആളാണ് നമ്മുടെ നായകൻ അലക്സ്. അലക്സിന് എലിസബത്തിന് ഒരു ചെറിയ നോട്ടമൊക്കെ ഉണ്ട്. ഈ കാര്യം എലിസബത്തിനൊഴികെ കടയിൽ നിൽക്കുന്ന സ്റ്റാഫുകൾക്കും എന്തിന് അവിടെ വരാറുള്ള കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാമായിരുന്നു. അലക്സിനാണെങ്കിൽ ഈ കാര്യം എലിസബത്തിനോടൊട്ട് പറയാനും ഭയങ്കര പേടിയാണ്. എങ്കിലും അവൾ ഓഫീസിൽ പോകാനായി വരുമ്പോൾ എന്നും അലക്സ് ചെന്ന് അവളോട് ഗുഡ് മോർണിംഗ് പറയാനായി ശ്രമിക്കുന്നു. എലിസബത്ത് എന്നാൽ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ഒരൊറ്റ പോക്കാണ്. ഓഫീസിലെ സ്റ്റാഫുകളോടും എലിസബത്തിന്റെ പെരുമാറ്റത്തിന് വലിയ മാറ്റമൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ സ്റ്റാഫുകളിൽ ഒരെണ്ണത്തിനും എലിസബത്തിനെ ഇഷ്ടമല്ല. വന്നു കയറുന്നതേ മൊബൈൽ വീഡിയോ എടുക്കുന്നതിന് ഒരു സ്റ്റാഫിനോടും ലേറ്റായി വന്ന മറ്റൊരു സ്റ്റാഫിനെയും ഒക്കെ വഴക്കു പറഞ്ഞ് എലിസബത്തിന്റെ അന്നത്തെ ഓഫീസിലെ ദിവസം ആരംഭിക്കുന്നു. എല്ലാവരെയും വെറുപ്പിക്കുന്ന സ്വഭാവമാണെങ്കിലും വർക്കിന്റെ കാര്യത്തിൽ പക്കയായിരുന്നതുകൊണ്ട് തന്നെ എലിസബത്തിന്റെ ക്ലയൻസ് അവളിൽ സംതൃപ്തരായിരുന്നു. ഓഫീസിലെ സ്റ്റാഫുകൾ എല്ലാവരും ചേർന്ന് എലിസബത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നു. ആരെങ്കിലുമായി മാഡം ഒന്ന് പ്രണയത്തിലായിരുന്നുവെങ്കിൽ ഈ മൊരട്ട സ്വഭാവത്തിലൊരു മാറ്റം വന്നതിനെന്നൊക്കെ അവരങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതിലും ഭേദം പാണ്ടിലോറിക്ക് തലവെക്കുന്നതാണെന്ന് മറ്റൊരു സ്റ്റാഫ് പറയുന്നു. എന്നാൽ സ്റ്റാഫുകളിൽ ഒരാൾക്ക് അലക്സിന്റെ കാര്യം അറിയാമായിരുന്നു. അവനത് മറ്റുള്ളവരോടും ഷെയർ ചെയ്യും. അടുത്ത സീനിൽ എലിസബത്തിന്റെ മമ്മിയും പപ്പയും അനിയനും കൂടി അവളുടെ ഫ്ലാറ്റിലേക്ക് എത്തുന്നു. അവരുടെ ലക്ഷ്യം എങ്ങനെയെങ്കിലും എലിസബത്തിനെ ഒരു കല്യാണത്തിന് സമ്മതിപ്പിക്കുക എന്നതാണ്. എലിസബത്തിന്റെ അനിയന് തന്നെ ഏകദേശം 30 വയസ്സ് കഴിഞ്ഞിരുന്നു. അനിയനാണെങ്കിൽ എങ്ങനെയെങ്കിലും ചേച്ചിയെ കെട്ടിച്ചിട്ട് വേണം തനിക്ക് കിട്ടാനെന്നുള്ള ചിന്തയാണ്. ഇനിയും അവൾ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ എങ്ങോട്ടേലും ആരെയും വിളിച്ച് ഒളിച്ചോടി പോകുമെന്നൊക്കെ അവനിങ്ങനെ പറയുന്നുണ്ട്. അവരുടെ വരവിന്റെ ഉദ്ദേശം മനസ്സിലാകുന്നത് കൊണ്ട് തന്നെ ഞാൻ കെട്ടാൻ മുട്ടി നിൽക്കുവാണെന്ന് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞോ എന്ന് ചോദിച്ച് എലിസബത്ത് തന്റെ പതിവ് സ്വഭാവം പുറത്തെടുക്കും. ചേച്ചി കെട്ടാതെ അനിയൻ എങ്ങനെ കെട്ടുമെന്ന ആശയക്കുഴപ്പത്തിലായിരുന്ന അനിയനോട് നിനക്ക് കെട്ടണമെങ്കിൽ നീ പോയി കെട്ടണം, അതിന് ആരുടെയും അനുവാദത്തിന് നോക്കി നിൽക്കണ്ട എന്നൊക്കെ എലിസബത്ത് പറയുന്നു. വെട്ടാൻ വരുന്ന പോത്തിനോട് വേദം മോദിയിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കുന്ന എലിസബത്തിന്റെ ഫാമിലി ഒരക്ഷരം പോലും മിണ്ടാതെ അവിടെ നിന്നും പോകും. ഒരു ദിവസം എലിസബത്തും അവളുടെ പുരുഷവിരോധിയായ ഒരു ഫ്രണ്ടും ഒരു റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് ഫുഡ് കഴിക്കുകയായിരുന്നു. എലിസബത്ത് ഹെൽത്ത് കോൺഷ്യസ് ആയതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള ഫുഡൊക്കെയാണ് ഓർഡർ ചെയ്യുന്നത്. എന്നാൽ കൂട്ടുകാരിയാകട്ടെ പൊറോട്ടയും ചിക്കനും ബീഫും ഒക്കെ ഓർഡർ ചെയ്യും.
എന്നാൽ അത് കണ്ട് ഇങ്ങനെ വാരി വലിച്ച് കഴിക്കുന്നതിന്റെ ശീലമൊക്കെ ഒന്ന് മാറ്റണം. ഇങ്ങനെയൊക്കെ വാരി വലിച്ച് കഴിച്ചാൽ ക്യാൻസർ വരെ വരുമെന്നൊക്കെ എലിസബത്ത് പറയുമ്പോൾ, ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്നത് വളരെ കുറച്ച് മാത്രം സമയമാണ്. ഉള്ള കാലം ഇഷ്ടമുള്ളത് കഴിച്ചും ആസ്വദിച്ചും നമ്മൾ അങ്ങ് ജീവിക്കണം. ചാവുമ്പോൾ അങ്ങ് ചാവട്ടെ എന്ന് ആ ഫ്രണ്ട് പറയുന്നു. അവരങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ എലിസബത്തിന്റെ ഒരു +2 ഫ്രണ്ടായ ടീന അവളുടെ അടുത്തേക്ക് വന്ന് സംസാരിക്കാൻ ശ്രമിക്കും. എൻ്റെ കല്യാണം കഴിഞ്ഞു, ഇവിടെ അടുത്തൊരു ബ്യൂട്ടിക് നടത്തുവാണ് ഞാൻ. സമയം കിട്ടുമ്പോൾ നീ അങ്ങോട്ട് ഇറങ്ങാനെന്നൊക്കെ പറഞ്ഞ് വളരെ സൗഹൃദത്തോടെ അവർ സംസാരിക്കുമ്പോൾ, ഞങ്ങൾ സീരിയസ് ആയിട്ടൊരു കാര്യം സംസാരിക്കുകയാണെന്ന് പറഞ്ഞ് വളരെ നൈസായിട്ട് എലിസബത്ത് ടീനയെ അവിടെ നിന്നും ഒഴിവാക്കും. അങ്ങനെ ഇരിക്കെ വാലന്റൈൻസ് ഡേയുടെ തലേന്ന് എലിസബത്തിന്റെ ഓഫീസിലെ സ്റ്റാഫുകളെല്ലാം കൂടി വന്ന് അലക്സിനെ കാണുന്നു. മാഡം കാണാനും ലുക്കാണ്, നല്ല സ്വഭാവവുമാണ്. അതിലെല്ലാം ഉപരി അലക്സുമായി എല്ലാം കൊണ്ടും നല്ല ചേർച്ചയായിരിക്കുമെന്നൊക്കെ പറഞ്ഞ് അവർ അലക്സിനെ ഇളക്കുന്നു. ഇതെല്ലാം കേട്ട് എരിവിരി കൊള്ളുന്ന അലക്സ് പിറ്റേന്ന് തന്നെ ഒരു കാർഡും ഒരു ഗിഫ്റ്റുമൊക്കെയായി എലിസബത്തിനെ പ്രൊപ്പോസ് ചെയ്യാനായി ഓഫീസിലേക്ക് വരും. എന്നാൽ എലിസബത്ത് ഒന്നും നോക്കാതെ അലക്സിനെ ഗെറ്റ് ഔട്ട് അടിക്കുന്നു. അതോടെ അലക്സിന്റെ കാര്യത്തിൽ തീരുമാനമാകും. പിറ്റേന്ന് എലിസബത്ത് ഒരു ഓഫീസ് മീറ്റിങ്ങിനായി കോയമ്പത്തൂർക്ക് പോകുന്നു. മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് റൂമിൽ രാത്രിയിൽ അവൾ അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് അവൾക്ക് വയറുവേദന വരുന്നു. കഠിനമായ വേദന വരുന്നത് കൊണ്ട് തന്നെ പിറ്റേന്ന് രാവിലെ അവിടെ അടുത്തുണ്ടായിരുന്ന ലോട്ടസ് മെഡിസിറ്റി എന്ന ഹോസ്പിറ്റലിലേക്ക് അവൾ പോകുന്നു. സൗത്ത് ഇന്ത്യയിലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഗ്യാസ്ട്രോ സർജനായ ഡോക്ടർ ശാന്തി കൃഷ്ണയാണ് എലിസബത്ത് കാണുന്നത്. അങ്ങനെ കൺസൾട്ട് ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എനിക്കിങ്ങനെ വേദന വരാറുണ്ട്, എന്നാൽ അതിപ്പോൾ കലശലായെന്ന് എലിസബത്ത് പറയുന്നു. എന്നാൽ നമുക്കൊരു CT സ്കാൻ എടുത്ത് നോക്കാമെന്ന് ഡോക്ടറും പറയും. ഡോക്ടറിനെ പറ്റി എലിസബത്ത് അപ്പോൾ തന്നെ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴും അവർ വളരെ പെർഫെക്റ്റ് ഡോക്ടറാണെന്ന് എലിസബത്തിന് മനസ്സിലാകുന്നു. CT സ്കാൻ റിസൾട്ട് വരുമ്പോൾ അവൾക്ക് പാൻക്രിയാറ്റിക് ക്യാൻസർ ആണെന്ന് ഡോക്ടർ കൺഫേം ചെയ്യുന്നു. സ്റ്റേജ് 3 ആണ്. ചികിത്സിച്ചിട്ട് കാര്യമില്ല, സർജറി മാത്രമാണ് ആകെയുള്ള പ്രതിവിധി. എന്നാൽ അതിൻ്റെ സമയവും അതിക്രമിച്ചുവെന്നും ഇനി ഏകദേശം കൂടിപ്പോയാൽ 3 മാസം കൂടി മാത്രമേ എലിസബത്ത് ജീവിച്ചിരിക്കുകയുള്ളൂ എന്നൊക്കെ ഡോക്ടർ പറയുന്നു. ഇത് കേൾക്കുന്ന എലിസബത്ത് ആകെ ഷോക്ക്ഡായി പോകുന്നു. അവൾ വേഗം തിരികെ ഫ്ലാറ്റിലെത്തും. കണ്ണാടിയിൽ നോക്കി അവൾ തൻ്റെ രോഗം മൂർച്ഛിച്ചു വരുമ്പോൾ മുടിയൊക്കെ പൊഴിഞ്ഞ് വല്ലാത്ത അവസ്ഥയിലാകുന്ന എലിസബത്തിനെ സങ്കല്പിച്ചൊക്കെ നോക്കുന്നു. ശേഷം അന്ന് രാത്രിയിൽ അന്നേ വരെ അവൾ എല്ലാവരോടും പെരുമാറിയിരുന്നതും മറ്റുള്ളവർ അവളോട് പെരുമാറിയിരുന്നതുമൊക്കെ ആലോചിച്ച് എലിസബത്ത് സങ്കടപ്പെടുന്നു. ഗൂഗിളിൽ ഇതുപോലെ മരണപ്പെടാനിരിക്കുന്ന ആൾക്കാർ അതിനു മുമ്പേ എന്തൊക്കെ ചെയ്തിരുന്നുവെന്നൊക്കെ അവൾ സെർച്ച് ചെയ്ത് നോക്കുന്നു. പിറ്റേന്ന് നേരം വിളക്കുമ്പോൾ ഒരു പുതിയ എലിസബത്തായിട്ടാണ് അവൾ ഉറക്കമുണരുന്നത്. അവരുടെ ഫ്ലാറ്റിന്റെ അസോസിയേഷൻ വാട്സപ്പ് ഗ്രൂപ്പിൽ അവൾ അന്ന് ആദ്യമായിട്ട് ഗുഡ് മോർണിംഗ് മെസ്സേജ് അയക്കും. ജോക്കിങ്ങിന് പോകാതെ ബാൽക്കണിയിൽ ചെന്ന് നിന്ന് എല്ലാവരുടെയും ആക്ടിവിറ്റീസൊക്കെ നോക്കുന്നു. തനിക്ക് ലൈഫിൽ മിസ്സായി പോയ ചുറ്റുമുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ എലിസബത്ത് ആസ്വദിക്കും. എന്നിട്ട് അവൾ പതിവില്ലാതെ അവളുടെ മമ്മിയെ കോൾ ചെയ്യുന്നു. മമ്മിക്കും അത് ഒരുപാട് സന്തോഷമാകും. അന്ന് ഫ്ലാറ്റിലേക്ക് വരുന്ന ജോലിക്കാരിയെ വളരെ സ്നേഹത്തോടെ ചേച്ചി എന്ന് വിളിച്ച് ബ്രേക്ക്ഫാസ്റ്റ് വേണമെന്നൊക്കെ എലിസബത്ത് പറയുന്നു. ഇവൾക്കിതെന്താ പറ്റിയതെന്ന് ആലോചിച്ച് അവരാകെ അന്തം വിട്ടു നിൽക്കും. അന്ന് ഓഫീസിൽ പോകാൻ ഇറങ്ങുമ്പോൾ അവൾക്ക് ഗുഡ് മോർണിംഗ് സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാവരോടും അവൾ തിരിച്ച് ഗുഡ് മോർണിംഗ് പറയാൻ തുടങ്ങും. കൂട്ടത്തിൽ അലക്സിനും കിട്ടും ഒരു ഗുഡ് മോർണിംഗ്. മറ്റുള്ളവരെ പോലെ തന്നെ, എന്നാൽ അവനും അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഏതായാലും ഫ്ലാറ്റിലും ഓഫീസിലും എലിസബത്തിന്റെ ഈ മാറ്റം ഒരു ചർച്ചയായി മാറും. അങ്ങനെ ഒരു ദിവസം അവൾ ഓഫീസിലേക്ക് വരുന്ന സമയം അലക്സിന്റെ കടയിൽ സ്ഥിരം വരുമായിരുന്ന കുറച്ച് കുട്ടികൾ വന്ന് അലക്സിന് എലിസബത്തിനെ ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ പറയുന്നു. എലിസബത്ത് അവരോടൊന്ന് പുഞ്ചിരിച്ചിട്ട് നേരെ അലക്സിന്റെ അടുത്ത് വന്ന് വൈകിട്ട് ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് പോകും. അലക്സിനും അതൊത്തിരി സന്തോഷമുണ്ടാക്കും. അങ്ങനെ വൈകിട്ട് അടിപൊളിയായിട്ടൊക്കെ ഒരുങ്ങി എലിസബത്തിനെ കാണാനായി അലക്സ് പോകുന്നു. അവരങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിരുന്ന് ഫുഡ് കഴിക്കും. ഇത്തവണ എലിസബത്ത് ചിക്കനും മറ്റും വാങ്ങി ആർത്തിയോടെ കഴിക്കുമ്പോൾ അല്പം കൊളസ്ട്രോൾ ഉണ്ടെന്ന് പറഞ്ഞ് ചിക്കനും മറ്റും അലക്സ് വേണ്ടെന്ന് പറയുന്നു. അപ്പോൾ എലിസബത്തിന്റെ കൂട്ടുകാരി റെസ്റ്റോറൻറ്റിൽ വെച്ച് പണ്ട് പറഞ്ഞ ഭൂമിയിൽ കുറച്ചു മണിക്കൂറേ ഉള്ളൂ എന്നൊക്കെയുള്ള ആ ഡയലോഗ് എലിസബത്ത് എടുത്ത് അലക്സിന് നേരെ പ്രയോഗിക്കും. എൻ്റെ സ്വഭാവം കൊണ്ട് തന്നെ എന്നെ ആർക്കും ഇഷ്ടമല്ല, പിന്നെ തനിക്കെന്താ എന്നോട് ഇഷ്ടമെന്ന് എലിസബത്ത് ചോദിക്കുമ്പോൾ തന്നെ കാണാൻ കൊള്ളാം, എൻ്റെ ടേസ്റ്റ് അനുസരിച്ചുള്ള ബ്യൂട്ടിയാണ് താൻ, തന്നെയുമല്ല നമ്മൾ അത്ര ചെറുപ്പമൊന്നുമല്ലല്ലോ, ഇത്തിരി ഏജ് ആയില്ലേ, ഇതിനെല്ലാം പുറമെ തനിക്ക് ആരെയും ഇഷ്ടവുമല്ല. അപ്പോൾ ഇത് വർക്കാവുമെന്ന് എല്ലാവരും പറഞ്ഞത് ഞാനങ്ങ് വിശ്വസിച്ചു എന്നൊക്കെ അലക്സ് പറയുന്നു. എലിസബത്ത് അപ്പോൾ ഞാനിപ്പോൾ തന്നെ ഫുഡ് കഴിക്കാൻ വിളിച്ചത് തന്നോട് എനിക്ക് പ്രേമം തോന്നിയിട്ടൊന്നുമല്ല, ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂവെന്ന് എലിസബത്ത് പറയും. എന്നാൽ ഫ്രണ്ട്ഷിപ്പെങ്കിലും ആയല്ലോ എന്ന് കരുതി അലക്സ് ഹാപ്പിയാകുന്നു. അടുത്തതായി എലിസബത്ത് നേരെ പോയി ഒരു ഇവന്റ് മാനേജ്മെന്റുകാരെ കാണുന്നു. തൻ്റെ ഫ്യൂണറലിന് വേണ്ട ഒരുക്കങ്ങൾ ബുക്ക് ചെയ്യാനാണ് അവൾ പോകുന്നത്. ശവപ്പെട്ടിയും ഒരന്തസ്സിന് ഒരു സെലിബ്രിറ്റിയെ കൂടി ഫ്യൂണറലിന് ബുക്ക് ചെയ്ത് ക്യാഷൊക്കെ കൊടുത്ത് എലിസബത്ത് പോരും.
ശേഷമുള്ള ദിവസങ്ങളിൽ അവൾ ഓഫീസിലുള്ളവരുമായും ഫ്ലാറ്റിലുള്ളവരുമായും ഒക്കെ നല്ല കൂട്ടാകും. ഇതിനിടെ അവളുടെ മുടി പൊഴിയാൻ തുടങ്ങുന്നു. ഹോസ്പിറ്റൽക്കാര് അവൾക്ക് ലെറ്റേഴ്സ് അയച്ചുകൊണ്ടേയിരിക്കും. എലിസബത്ത് ആകട്ടെ അത് ഓപ്പൺ ചെയ്തു പോലും നോക്കുന്നില്ല. വിളിച്ചിട്ട് കൂടി തിരിഞ്ഞു നോക്കാത്ത സ്വന്തം വീട്ടിലേക്ക് വരുന്ന എലിസബത്ത് ഫാമിലിയോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കും. പപ്പയും മമ്മിയും ഹാപ്പി ആകുന്നതോടെ അവളുടെ അനിയൻ വന്ന് അവളോട് താങ്ക്സ് വരെ പറയും. അമ്മച്ചി വന്ന് പതിവ് പോലെ കല്യാണക്കാര്യം പറയുമ്പോൾ ഇത്തവണ ചാടിക്കടിക്കാതെ 3 മാസത്തിന് ശേഷം അമ്മച്ചി പറയുന്നതെല്ലാം ഞാൻ കേട്ടുകൊള്ളാമെന്ന് അമ്മച്ചിക്ക് അവൾ വാക്കു കൊടുക്കുന്നു. പപ്പയും അവളോട് മനസ്സ് തുറന്ന് സംസാരിക്കും. അങ്ങനെ മനസ്സ് നിറഞ്ഞ് അവൾ തിരികെ ഫ്ലാറ്റിലേക്ക് വരും. പഴയ സ്കൂൾ ടൈമിലെ ആൽബമൊക്കെ എടുത്തു നോക്കുന്ന അവൾ നേരെ ടീനയുടെ ബ്യൂട്ടിക്കിലേക്കും വരും. പഴയ കൂട്ടുകാരെ പറ്റിയെല്ലാം തിരക്കും. ഒരു ഗൗൺ ഡിസൈൻ ചെയ്യണമെന്ന് അവൾ പറയുമ്പോൾ തൻ്റെ മരണത്തിനായിരുന്നു അതെങ്കിലും കൂട്ടുകാരി കരുതുന്നത് എലിസബത്തിൻ്റെ കല്യാണമായി എന്നാണ്. അങ്ങനെ ടീന നൽകിയ ഗൗണൊക്കെ ഇട്ട് അവൾ തൻ്റെ സൗന്ദര്യം കണ്ണാടിയിൽ നോക്കി ആസ്വദിച്ച് നിൽക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അവളുടെ മരണവും ഓർമ്മയിലേക്ക് വരുന്നു. സ്കൂൾ ആൽബം കണ്ട് ന്യൂസ് പഠിക്കുന്ന എലിസബത്ത് തൻ്റെ ആദ്യ ക്രഷിനെ കുറിച്ച് ഓർക്കും. അലക്സിനെയും കൂട്ടി സ്കൂൾ ടൈമിൽ ആദ്യമായി അവൾക്ക് ക്രഷ് തോന്നിയിരുന്ന അഭിലാഷ് എന്ന പയ്യനെ കാണാനായി പോകുന്നു. അലക്സിന് അതത്ര പിടിക്കുന്നില്ല. എങ്കിലും മറ്റാരെയെങ്കിലും കൂട്ടി പോകണ്ട എന്ന് കരുതി അവൻ അവളുടെ കൂട്ടുപോകുന്നു. എന്നാൽ അഭിലാഷിന്റെ വീട്ടിലെത്തുമ്പോഴോ ഗർഭിണിയായ സ്വന്തം ഭാര്യയെ കൂടാതെ വേറെയും പല സ്ത്രീകളുമായി ബന്ധമുള്ള ഒരു കോഴിയായിരുന്നു അഭിലാഷ്. അതോടെ എലിസബത്ത് ചമ്മിപ്പോകുന്നെങ്കിലും അലക്സിന് ആശ്വാസമാകും. ശേഷമുള്ള ഓരോ ദിവസവും അലക്സിനൊപ്പം ഒരുപാട് യാത്രകൾ ചെയ്യുകയും ഓർഫണേജുകളിലും മറ്റും പോയി തൻ്റെ സമ്പാദ്യമെല്ലാം ഡൊണേഷനായി എലിസബത്ത് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നു. ഒരു ദിവസം അലക്സിനെയും കൂട്ടി വീട്ടിലെത്തി ഫാമിലിയെ പരിചയപ്പെടുത്തുകയും ചെയ്യും. അങ്ങനെ ഹാപ്പിയായി ലൈഫ് മുന്നോട്ട് പോകും. ഹാപ്പിയായിട്ട് മുന്നോട്ട് പോകുമെങ്കിലും മനസ്സിനുള്ളിൽ മരണത്തോടടുക്കുന്നതിൻ്റെ ടെൻഷൻ എലിസബത്തിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ലൈഫിൽ ബാക്കിയുള്ള ഓരോ സെക്കൻഡും വളരെ സന്തോഷം തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാനും തൻ്റെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ പോലും സാധിക്കാനും അവൾ തീരുമാനിക്കും. അങ്ങനെ ഒരു ദിവസം അല്പം ബിയർ കഴിക്കാൻ തോന്നുന്നത് കൊണ്ട് തന്നെ അലക്സിനെയും കൂട്ടി അവൾ ബാറിലേക്ക് പോകുന്നു. സൊറ പറഞ്ഞിരുന്ന് ബിയർ അടിച്ചടിച്ച് എലിസബത്ത് ഓഫായി പോകും. ഒരു വിധത്തിൽ അലക്സ് എലിസബത്തിനെ അവളുടെ ഫ്ലാറ്റിൽ കൊണ്ടുവിടുന്നു. പകുതി ബോധത്തിൽ വീട്ടിലിരുന്ന് TV കാണുന്നതിനിടയിൽ ഒരു കിസ്സിംഗ് സീൻ കാണുന്നതോടെ അവൾ വേഗം അലക്സിനെ ഫോൺ വിളിച്ച് പെട്ടെന്ന് വീട്ടിലേക്ക് വരാൻ പറയും. ഫ്ലാറ്റിലെത്തുന്ന അലക്സ് എന്താ സംഭവമെന്നറിയാതെ ടെൻഷനാകും. എന്നാൽ അല്പം സിക്സിയായിട്ടൊക്കെ എലിസബത്ത് അവനോട് അപ്രോച്ച് ചെയ്യുമ്പോഴേക്കും ആകെ പേടിച്ചു പോകുന്ന അലക്സ് അവിടെ നിന്ന് ജീവനും കൊണ്ട് ഓടിപ്പോകും. പിറ്റേന്ന് എലിസബത്ത് ഷോപ്പിലെത്തുമ്പോൾ അലക്സിന് പനിയാണ്, അതുകൊണ്ട് സാർ വന്നിട്ടില്ലെന്നൊക്കെ അവിടുത്തെ സ്റ്റാഫ് എലിസബത്തിനോട് പറയും. അതോടെ എലിസബത്ത് നേരെ അലക്സിനെ അന്വേഷിച്ച് അവൻ്റെ വീട്ടിലെത്തും. എലിസബത്തിനെ കാണുന്നതോടെ അമ്മച്ചിക്കും ചേച്ചിയുടെ മോൾക്കുമൊക്കെ അവളെ ഒരുപാട് ഇഷ്ടമാകും. തനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ തൻ്റെ മകന് ആരുമില്ല, അവൻ ആരെയോ സ്നേഹിക്കുന്നുണ്ട്, അത് ശരിയായാൽ മതിയായിരുന്നെന്നൊക്കെ അമ്മച്ചി എലിസബത്തിനോട് സെൻറ്റി അടിക്കുന്നു. അങ്കിൾ പാവമാണെന്നൊക്കെ ചേച്ചിയുടെ മോളും തട്ടിവിടുന്നുണ്ട്. ഇതൊക്കെ കേട്ട് എലിസബത്തിനും മനസ്സിൽ എന്തൊക്കെയോ തോന്നുന്നു. തിരികെ ഫ്ലാറ്റിലെത്തുന്ന എലിസബത്ത് അലക്സിൻ്റെയും തൻ്റെയും ഫോട്ടോ എടുത്ത് അമ്മച്ചി പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് അങ്ങനെ ഇരിക്കും. അലക്സ് തന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാകുന്നത് കൊണ്ട് തന്നെ അവൾ അലക്സിനോട് സംസാരിക്കാൻ തീരുമാനിക്കുന്നു. അവൾ തൻ്റെ അസുഖത്തെക്കുറിച്ചും അലക്സിനോട് തുറന്നു പറയും. ഇനി 2 മാസം കൂടിയേ തനിക്ക് ആയുസുള്ളൂവെന്ന് എലിസബത്ത് പറയുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് ഡോക്ടർ വൈശാഖ്, നമുക്ക് പോയി അദ്ദേഹത്തെ കാണാമെന്ന് അലക്സ് പറയുന്നു. എന്നാൽ അതിൻ്റെ സ്റ്റേജെല്ലാം കഴിഞ്ഞു പോയി എന്ന് എലിസബത്ത് പറയുമ്പോൾ അലക്സും വല്ലാതെ നിസ്സഹായനായി പോകുന്നു. ഈ സംഭവം അലക്സിനെ വല്ലാത്തൊരു മാനസിക സമ്മർദ്ദത്തിലേക്ക് എത്തിക്കുന്നു. എലിസബത്തിനും ഇതിനോടകം തന്നെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വന്നിരുന്നു. ചുറ്റുമുള്ളവരെ സ്നേഹിക്കാൻ തുടങ്ങുകയും മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ തുടങ്ങിയതുകൊണ്ടും എല്ലാവരും അവളെയും സ്നേഹിച്ചു തുടങ്ങിയിരുന്നു. മറ്റുള്ളവരുടെ സ്നേഹം കിട്ടി തുടങ്ങിയതോടെ തനിക്ക് ഇനിയും ജീവിക്കാൻ മോഹം തോന്നുന്നുവെന്ന് എലിസബത്ത് മാതാവിനോട് പ്രാർത്ഥിക്കുന്നു. അടുത്ത സീനിൽ ചായയുമായി വന്ന് ജോലിക്കാരി എലിസബത്തിനെ വിളിക്കുന്നെങ്കിലും അവൾ ഉണരുന്നില്ല. ശേഷം എലിസബത്ത് ആഗ്രഹിച്ചതുപോലെ ബാൻഡ് മേളവും പാട്ടുകാരും ഫ്രണ്ട്സും റിലേറ്റീവ്സും സെലിബ്രിറ്റിയുമൊക്കെയായി ചേർന്ന് നടത്തുന്ന വളരെ മനോഹരമായ എലിസബത്തിന്റെ ഫ്യൂണറൽ ചടങ്ങാണ് കാണിക്കുന്നത്. എന്നാൽ ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയെണീക്കുന്ന എലിസബത്ത് പെട്ടെന്ന് അതൊരു സ്വപ്നമായിരുന്നുവെന്ന് മനസ്സിലാക്കുന്നു. കൂട്ടത്തിൽ നമ്മളും. ഉറക്കമുണരുന്ന എലിസബത്തിനെ അലക്സ ഫോൺ ചെയ്തിട്ട് വേഗം റെഡിയാകുക, ഡോക്ടർ വൈശാഖ് എത്തിയിട്ടുണ്ട്, നമുക്കൊന്ന് പോയി ഡോക്ടറെ കാണാമെന്ന് പറയുന്നു. അങ്ങനെ രണ്ടാളും നേരെ ഡോക്ടറിനെ പോയി കാണുന്നു. എലിസബത്തിന്റെ സ്കാനിങ് റിസൾട്ടും മറ്റും പരിശോധിച്ച ഡോക്ടർ ഏത് പൊട്ട ഡോക്ടറാണ് തനിക്ക് ക്യാൻസർ ആണെന്ന് പറഞ്ഞതെന്ന് ചോദിക്കും.
കോയമ്പത്തൂരിലെ ലോട്ടസ് മെഡിസിറ്റിയിലെ ഡോക്ടർ ശാന്തികൃഷ്ണയാണെന്ന് എലിസബത്തും പറയും. അപ്പോഴാണ് ഒരു യമണ്ടൻ ട്വിസ്റ്റ് കാണിക്കുന്നത്. മറ്റൊന്നുമല്ല, ഡോക്ടർ ശാന്തികൃഷ്ണയ്ക്ക് ചെറിയൊരു മെന്റൽ പ്രോബ്ലം ഉണ്ടായിരുന്നു. എലിസബത്തിനാണെങ്കിൽ ചെറിയൊരു ഗ്യാസ്ട്രിക് പ്രോബ്ലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മരിച്ചു പോകുമെന്ന ടെൻഷൻ അടിച്ചാണ് മുടിയൊക്കെ കൊഴിയാൻ തുടങ്ങിയത്. ഇതറിഞ്ഞ് ഞെട്ടിപ്പോകുന്ന അലക്സും എലിസബത്തും നേരെ ലോട്ടസ് മെഡിസിറ്റിയിലേക്ക് എത്തുന്നു. അപ്പോഴാണ് വിവരങ്ങളെല്ലാം അവര് അറിയുന്നത്. ഡോക്ടർ ശാന്തികൃഷ്ണയുടെ ഏക മകൾ പാൻക്രിയാറ്റിക് ക്യാൻസർ മൂലം അടുത്ത് മരണപ്പെട്ടിരുന്നു. അതിനുശേഷം ഒരു മാസം കഴിഞ്ഞാണ് ഡോക്ടർ ഹോസ്പിറ്റലിൽ റീജോയിൻ ചെയ്യുന്നത്. എന്നാൽ അപ്പോഴേക്കും അവരുടെ മാനസിക നില തെറ്റിയ അവസ്ഥയിലായിരുന്നു. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ജോയിൻ ചെയ്ത 3 ദിവസം കഴിഞ്ഞാണ് ആ കാര്യം മനസ്സിലാക്കുന്നത്. ആ 3 ദിവസങ്ങളിൽ വന്ന എല്ലാ രോഗികളോടും ഡോക്ടർ പറഞ്ഞിരുന്നത് അവർക്ക് പാൻക്രിയാറ്റിക് ക്യാൻസർ ആണെന്നാണ്. അതിലൊരു പേഷ്യൻ്റ് ആയിരുന്നു നമ്മുടെ എലിസബത്ത്. എലിസബത്തിനെ കോൺടാക്റ്റ് ചെയ്യാൻ ഹോസ്പിറ്റലുകാർ ഒരുപാട് ശ്രമിച്ചെങ്കിലും എലിസബത്ത് കോൾ എടുത്തിരുന്നില്ല. അങ്ങനെ അവർ രജിസ്റ്റേർഡ് ലെറ്റേഴ്സ് വരെ അയച്ചിരുന്നുവെങ്കിലും ട്രീറ്റ്മെൻറ്റിനായിരിക്കുമെന്ന് കരുതി എലിസബത്ത് അതൊന്നും പൊട്ടിച്ചു പോലും നോക്കിയിരുന്നില്ല. ഇതൊക്കെ കേട്ട് എലിസബത്തിന് ആകെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും. അപ്പോഴാണ് അവൾ തൻ്റെ സേവിങ്സ് എല്ലാം ഡൊണേറ്റ് ചെയ്ത കാര്യം ഓർക്കുന്നത്. അതോടെ ഭ്രാന്തിയെപ്പോലെ എലിസബത്ത് അവിടെ കിടന്ന ഹോസ്പിറ്റൽ പൂട്ടിക്കുമെന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കാനായി തുടങ്ങുന്നു. അലക്സ് ഒരുവിധം അവളെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവരും. എലിസബത്ത് ആകെ ഭ്രാന്ത് പിടിച്ചങ്ങനെ നിൽക്കുമ്പോൾ അവളുടെ മമ്മി വിളിച്ച് വീണ്ടും കല്യാണക്കാര്യം പറയും. ആകെ വട്ടുപിടിച്ച് നിൽക്കുന്ന എലിസബത്ത് വീണ്ടും പഴയതുപോലെ അവരോട് ഷൗട്ട് ചെയ്യുന്നു. ഞാൻ കെട്ടാൻ മുട്ടി നിൽക്കുവാണെന്ന് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞോ എന്ന് അവൾ ചോദിക്കുന്നത് കേട്ട് മമ്മി ആകെ കിളി പോയി നിൽക്കും. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് പിന്നെ കാണിക്കുന്നത്. അലാം കേട്ട് എലിസബത്ത് ഉറക്കമുണരുന്നു. ഉണർന്ന് പ്രാർത്ഥിക്കുന്ന അവളുടെ പിന്നിലിരിക്കുന്ന ഫോട്ടോയിൽ നിന്ന് അലക്സുമായി അവളുടെ കല്യാണം കഴിഞ്ഞുവെന്ന് നമുക്ക് മനസ്സിലാക്കും. തൻ്റെ മരണത്തിന് ഓർഡർ ചെയ്ത ശവപ്പെട്ടി നല്ല അടിപൊളിയായിട്ട് ഒരു ഷോക്കേസ് ആക്കി എലിസബത്ത് മുറിയിൽ സൂക്ഷിക്കുന്നു. പതിവ് പോലെ അവൾ ജോക്കിങ്ങിനായി ഇറങ്ങുമ്പോൾ സിറ്റ് ഔട്ടിൽ മടി പിടിച്ചിരുന്ന് ഉറങ്ങുകയാണ് നമ്മുടെ അലക്സ്. അങ്ങനെ അലക്സിനെയും കൂട്ടി ജോക്കിങ്ങിന് പോകുന്ന എലിസബത്തിനെ കാണിച്ചുകൊണ്ട് ചിത്രം അവസാനിക്കും.